സിലപ്പതികാരം. പ്രാചീന തമിഴ് രാജ്യത്ത് കോവലൻ എന്നും കണ്ണകി എന്നും പേരായ സമ്പന്നരായ വ്യാപാര ദമ്പതികൾ ജീവിച്ചിരുന്നു. എന്നാൽ ഒരു ചിലമ്പിൻ്റെ കഥ ഒരു സാമ്രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിയ, ചൊട്ടുവെണ്ണീറാക്കിയ കഥയായിരുന്നു. നമുക്ക് ആറ്റുകാലമ്മയുടെ കഥ തുടരാം. പ്രാചീന തമിഴ് രാജവംശങ്ങളിൽ ശക്തമായ രാജവംശമായിരുന്നു ചേര രാജവംശം. ഭരണ നിപുണതയിൽ പുകൾപെറ്റവരും രാജ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളുമായിരുന്നു ചേര രാജാക്കന്മാർ. ഒരിക്കൽ ചേര രാജാവിൻ്റെ രാജസഭയിലേക്ക് ഒരു ജ്യോത്സ്യൻ എത്തുന്നു. രാജസഭയിൽ രാജാവും പട്ടമഹിഷിയും മന്ത്രിമാരോടൊത്ത് രാജ്യകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. രാജാവിൻ്റെ 2 ആൺമക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. രാജകുമാരന്മാരുടെ മുഖശ്രീ ശ്രദ്ധിച്ച ശേഷം ജ്യോത്സ്യൻ പറഞ്ഞു, ഭാവിയിൽ രാജ്യം ഭരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യൻ ഇളയ കുമാരനാണ്. ഇത് കേട്ട് സഭ നിശബ്ദമായി. എല്ലാവരും പരസ്പരം നോക്കി. പെട്ടെന്ന് ഇളയ രാജകുമാരൻ ശബ്ദമുയർത്തി പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? ജ്യേഷ്ഠനാണ് എന്തുകൊണ്ടും പിതാവിന് ശേഷം രാജ്യം ഭരിക്കുവാൻ യോഗ്യൻ. ഞാനിതാ എൻ്റെ സകല രാജപദവികളും ഉപേക്ഷിക്കുന്നു. സഹോദരനോടുള്ള സ്നേഹത്താൽ ഇളങ്കോവടികൾ രാജപദവികൾ ഉപേക്ഷിച്ച് ജൈന സന്യാസിയായി തീർന്നു. ചേര രാജവംശത്തിൻ്റെ ചരിത്രത്തിനൊപ്പം ഇളങ്കോവടികൾ ചിലപ്പതികാരം എന്ന വിശ്വപ്രശസ്ത സാഹിത്യം കണ്ണകിയുടെ കഥ എഴുതി ചേർത്തു. ഒരിക്കൽ ചേരവംശത്തിലെ പ്രശസ്തനായ രാജാവ് ചേരൻ ചെങ്കുട്ടവൻ സൈന്യത്തോടൊപ്പം നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. മനോഹരമായ കാട്ടരുവിയിൽ കുളിച്ചു. മൃഗയാ വിനോദത്തിലേർപ്പെട്ടു. പെട്ടെന്നാണ് വനാന്തർ ഭാഗത്തു നിന്നും കേൾക്കുന്ന താളമേളങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് വന്നത്. വനത്തിനുള്ളിൽ വനവാസികൾ താളമേളങ്ങളുടെ അകമ്പടിയോടെ ആനന്ദ നൃത്തം ചവിട്ടുന്നു. തൻ്റെ ക്രോധാഗ്നിയാൽ മധുരാ നഗരം വെന്തു വെണ്ണീറാക്കിയ കണ്ണകിയുടെ കഥ പാടി പുകഴ്ത്തുന്നു. ഇത് കേട്ട രാജാവിന് കൗതുകമായി. അദ്ദേഹം കണ്ണകിയുടെ കഥ കേൾക്കുവാനായി ആഗ്രഹിച്ചു. മധുരാപുരി വെണ്ണീറായ ശേഷം കോപമടങ്ങിയ കണ്ണകി അപ്രത്യക്ഷയായ അത്ഭുതകഥ വനവാസികൾ വിവരിക്കുന്നു. സ്ത്രീത്വത്തിൻ്റെ അഭൗമമായ ശക്തി വിളിച്ചോതുന്ന കണ്ണകീ ചരിതം കേട്ട രാജാവ് ചിന്തയിൽ മുഴുകി. തിരിച്ച് രാജസഭയിലെത്തിയ ചേരൻ ചെങ്കുട്ടവൻ കണ്ണകിയെപ്പറ്റി രാജസഭയിൽ പറയുന്നു. ആ പതിവ്രതാ രത്നത്തിൻ്റെ സ്മാരകം പണിത് ഈ രാജ്യത്ത് കുടിയിരുത്തേണ്ടത് അനിവാര്യമാണെന്ന തീരുമാനത്തിൽ സഭ എത്തിച്ചേരുന്നു. അങ്ങനെ ചേര രാജാവ് കണ്ണകിക്ക് ഉചിതമായ സ്മാരകം പണിയുവാൻ തീരുമാനിക്കുന്നു. ഇന്ന് ഭൗതികമായി നമുക്ക് കാണാവുന്നതും ആരാധിക്കുവാൻ കഴിയുന്നതുമായ നിരവധി കണ്ണകി അമ്മൻ ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആറ്റുകാൽ ദേവീ ക്ഷേത്രവും ഇടുക്കി ജില്ലയിൽ കുമിളിയിലുള്ള മംഗളാദേവി ക്ഷേത്രവുമെല്ലാം കണ്ണകിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ചോള രാജ്യത്തിലെ പുഹാർ എന്ന നഗരത്തിൽ സമ്പന്നരായ വ്യാപാര കുടുംബത്തിൽ ജനിച്ച കണ്ണകി അതീവ സുന്ദരിയും ധർമ്മിഷ്ഠയും ശാന്തമായ സ്വഭാവത്തിന് ഉടമയുമായിരുന്നു. അവൾ കോവലൻ എന്ന യുവാവിനെ തൻ്റെ പതിയായി സ്വീകരിക്കുന്നു. പുഹാർ നഗരത്തിലെ അതിസമ്പന്നമായ ഒരു വ്യാപാര കുടുംബത്തിലെ അംഗമാണ് കോവലൻ. ഇരുവരുടെയും വിവാഹം ആ നാടിൻ്റെ തന്നെ ആഘോഷമായിരുന്നു. വിവാഹത്തിനോടനുബന്ധിച്ച് ഇരു കുടുംബങ്ങളിലും ആർഭാടമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ബന്ധുജനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹ ആശീർവാദത്തോടുകൂടി കോവലൻ കണ്ണകിയെ തൻ്റെ ഇണയായി സ്വീകരിച്ചു. ഇരുവരുടെയും ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. പരസ്പര സ്നേഹവും സമ്പത്തും ആഢ്യത്വവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അവരുടേത്. എന്നാൽ വിധി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കോവലൻ നർത്തകിയായ മാധവിയിൽ അനുരക്തനായി. സമ്പത്ത് മുഴുവൻ മാധവിക്കായി കോവലൻ ചെലവഴിച്ചു തുടങ്ങി. ക്രമേണ കോവലൻ മാധവിയോടൊപ്പം ജീവിക്കാൻ ആരംഭിച്ചു. മാധവിയെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി സമ്പത്ത് മുഴുവൻ കോവലൻ നഷ്ടപ്പെടുത്തി. എങ്ങനെയും മാധവിയെ സന്തോഷിപ്പിക്കുന്നതിനു മാത്രമായിരുന്നു കോവലൻ്റെ ശ്രദ്ധ. സമ്പത്ത് നഷ്ടപ്പെട്ടതിനൊപ്പം വ്യാപാരവും നഷ്ടത്തിലായി. ഈ സമയത്തെല്ലാം കണ്ണകി അതീവ ദുഃഖിതയായിരുന്നു. അവൾ തൻ്റെ ഭർത്താവിനെ ഓർത്ത് നീറി കഴിഞ്ഞു. ഭർത്താവിൻ്റെ വരവിനായി പ്രാർത്ഥനയോടെ കണ്ണകി കാത്തിരുന്നു. മാസങ്ങൾ കടന്നുപോയി. സകലതും നഷ്ടപ്പെട്ട കോവലൻ തിരിച്ചെത്തുന്നു. അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അവസാനം കണ്ണകിയിലേക്ക് മടങ്ങി. കോവലൻ്റെ ജീവിതത്തോടുള്ള പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരുന്നു. എന്നാൽ കണ്ണകി അവനോട് ക്ഷമിച്ചു. കോവലൻ കണ്ണകിയോട് തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിച്ചു. പുതിയ ഒരു ജീവിതം ആരംഭിക്കുന്നതിനു വേണ്ടി കണ്ണകി തൻ്റെ കാലിൽ അണിഞ്ഞിരുന്ന ചിലമ്പുകൾ കോവലന് നൽകുന്നു. അങ്ങനെ ഇരുവരും ആ രാജ്യം വിട്ട് മധുരാ നഗരത്തിലേക്ക് പുറപ്പെടുന്നു. പുതിയ പ്രതീക്ഷകളോടെ പുതിയ ജീവിതത്തിനായി. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മധുരാപുരിയിലെത്തിയ കോവലൻ ചിലമ്പ് വിൽക്കുവാനായി ശ്രമിക്കുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ അതേ ദിവസം തന്നെ രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു. മോഷ്ടാവായി കോവലനെ തെറ്റിദ്ധരിച്ച് അന്വേഷണം പോലും നടത്താതെ പാണ്ഡ്യരാജാവ് അവനെ വധിക്കുവാൻ ഉത്തരവിട്ടു. നിരപരാധിയായ കോവലൻ കൊല്ലപ്പെട്ടു. ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട കണ്ണകിയുടെ ഹൃദയം തകർന്നു.
അവൾ രാജസഭയിലേക്ക് പാഞ്ഞെത്തി. രാജാവേ, തെറ്റ് സംഭവിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് കുറ്റവാളിയല്ല. ഇതന്യായം. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിലമ്പ് ശക്തിയായി നിലത്തടിച്ചു പൊട്ടിച്ചു. ചിലമ്പിൽ നിന്ന് മാണിക്യം ചിതറി വീണു. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പുറത്തു വന്നു. രാജാവിന് തൻ്റെ തെറ്റുകൾ മനസ്സിലായി. ലജ്ജയാലും ദുഃഖത്താലും പശ്ചാത്താപത്താലും നിലത്ത് വീണ അദ്ദേഹം മരണപ്പെടുന്നു. തൻ്റെ ഭർത്താവിനെ കൊന്ന നീതിയില്ലാത്ത ഭരണകൂടത്തെ കണ്ണകി ശപിക്കുന്നു. അവളുടെ ക്രോധാഗ്നിയിൽ മധുരാനഗരം വെന്തു വെണ്ണീറായി. ഒരു സ്ത്രീയുടെ വേദന, ഒരു ഭാര്യയുടെ പ്രതിജ്ഞ ഒരു നഗരത്തെ തന്നെ ചുട്ടുഭസ്മമാക്കി. കണ്ണകി പിന്നീട് ദൈവിക ശക്തിയായി മാറി ദിവ്യരൂപം പ്രാപിച്ചു. ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമായി മാറി. ഇന്നും കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും കണ്ണകി ദേവിയായി പൂജിക്കപ്പെടുന്നു. സത്യവും നീതിയും അവസാനം വിജയിക്കുക തന്നെ ചെയ്യും. മധുരയിൽ നിന്നും ദിവ്യശക്തിയായി ഉയർന്ന കണ്ണകി കൊടുങ്ങല്ലൂരിലെത്തുന്നു. സിലപ്പതികാരത്തിൽ ഇങ്ങനെ പറയുന്നു: കൊടുങ്ങല്ലൂരിൽ ജ്വലിച്ച ശക്തി കിള്ളിയാറിൽ കരുണയായി പ്രത്യക്ഷപ്പെട്ടു, ആറ്റുകാലിൽ മാതൃസ്നേഹമായി വസിച്ചു. കേരളത്തിലെ ഐതിഹ്യപ്രകാരം കണ്ണകി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിയായി ആരാധിക്കപ്പെടുന്നു. ഇവിടെ ഉഗ്രശക്തിയായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ അപരിമിതമായ ശക്തിയുടെയും കരുണയുടെയും പ്രതീകമായി വാഴുന്ന ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ. ഭക്തരുടെ കഷ്ടതകൾ നീക്കി അവരെ കാത്തുസൂക്ഷിക്കുന്ന മഹാശക്തിയായ ഭദ്രകാളിയായി അമ്മ ഇവിടെ വാഴുന്നു. അഭൗമമായ ആ ഭദ്രകാളി ശക്തിയിലേക്ക് കണ്ണകിയുടെ ആത്മജ്യോതി ലയിച്ചു ചേർന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അവിടെ കൊടുങ്ങല്ലൂർ ഭഗവതിയായി വാഴുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് അധർമ്മത്തിൻ്റെ ശക്തികളെ നശിപ്പിക്കാൻ ശിവന്റെ ത്രിനേത്രത്തിൽ നിന്നുയർന്ന ദിവ്യാഗ്നിയിൽ നിന്നാണ് ഭദ്രകാളി ദേവി അവതരിച്ചത്. ദുഷ്ടനായ ദാരികാസുരനെ സംഹരിച്ച ശേഷം ആ മഹാശക്തി കൊടുങ്ങല്ലൂരിൽ വാഴാനെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു എന്നാണ് പൗരാണിക വിശ്വാസം. അമ്മയുടെ ദർശനമാത്രയിൽ ഭക്തഹൃദയങ്ങളിൽ അപരിമിതമായ ആത്മവിശ്വാസവും ഭക്തിയും നിറയുന്നു. വർഷം തോറും നടന്നുവരുന്ന കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം അമ്മയുടെ മഹത്വം വിളിച്ചോതുന്ന അത്യന്തം വിശിഷ്ടമായൊരു ആഘോഷമാണ്. ആ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ അമ്മയെ കാണാനും അനുഗ്രഹം പ്രാപിക്കാനുമായി എത്തിച്ചേരുന്നു. അമ്മയുടെ ശക്തിയും കരുണയും ഭക്തരുടെ ജീവിതത്തിൽ പ്രകാശമായി വിരിയുന്നു. ഭക്തിയുടെ കണ്ണുനീരോടെ അമ്മയെ വിളിക്കുന്ന ഓരോ ഹൃദയത്തിലും അമ്മയുടെ അനുഗ്രഹം പതിയുന്നു. കൊടുങ്ങല്ലൂരമ്മ കേരള മണ്ണിൻ്റെ ശക്തി സ്വരൂപിണി, ഭക്തരുടെ ശരണമായ ദിവ്യ മാതാവ്. അമ്മയുടെ കൃപ ഓരോ ഭക്തനും ഉണ്ടാകുമാറാകട്ടെ. ചിലപ്പതികാരം പറയുന്നത് ഭർത്താവായ കോവലന് നേരിട്ട അന്യായത്തിന് പ്രതികാരമായി കണ്ണകി മധുരാ നഗരത്തെ ശപിച്ചു, വെണ്ണീറാക്കി. മധുരാ നഗരം വിട്ടു പുറപ്പെട്ട കണ്ണകി അതിനുശേഷം ദിവ്യശക്തിയായി മാറി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് കേരളഭൂമിയിലെത്തി. തൻ്റെ പാതിവൃത്യത്തിൻ്റെ ദിവ്യശക്തി ഭദ്രകാളിയുടെ മഹാശക്തിയുമായി ഒന്നിച്ച് കണ്ണകിയുടെ ആത്മജ്യോതി ഭദ്രകാളി ശക്തിയിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ കണ്ണകിയുടെ ദിവ്യശക്തിയും ഭദ്രകാളിയുടെ മഹിമയും ഒന്നായി ചേർന്ന ദേവീ സാന്നിധ്യമാണ് കൊടുങ്ങല്ലൂരമ്മ. ഭക്തരുടെ ദുഃഖങ്ങൾ നീക്കി അവരെ സംരക്ഷിക്കുന്ന കരുണാമയിയായ മാതാവായി അമ്മ ഇന്നും വാഴുന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ ഭക്തൻ്റെയും ജീവിതം ധന്യമായി തീരട്ടെ. കരുണയുടെ മൂർത്തിരൂപമായി തീർന്ന കണ്ണകിയുടെ ആത്മജ്യോതിയുടെ പ്രയാണം ദക്ഷിണ ഭാരതത്തിലുടനീളം പ്രതിധ്വനിച്ചു. ആ ദിവ്യ യാത്രയിൽ അവൾ പല രൂപങ്ങളും സ്വീകരിച്ചു. കരുണയുടെയും മാതൃത്വത്തിന്റെയും രൂപത്തിൽ അവൾ പുതിയ അവതാരത്തിന് തയ്യാറായി. തിരുവനന്തപുരം പ്രദേശത്ത് കിള്ളിയാർ നദീതീരത്ത് ഒരു ദിവസം ഒരു നമ്പൂതിരിക്ക് ദിവ്യദർശനം ലഭിച്ചു. അഭൗമമായ ഒരു ദിവ്യപ്രകാശം അവൾക്കുണ്ടായിരുന്നു. കണ്ണുകളിൽ അത്ഭുതകരമായ പ്രകാശം, മുഖത്ത് അഭൂതപൂർവമായ ശാന്തി. ആ ദിവ്യശക്തിയുടെ സാന്നിധ്യം നമ്പൂതിരി തിരിച്ചറിയുന്നു. അത് അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. അമ്മയുടെ ആ ദിവ്യരൂപം ദർശിച്ച നമ്പൂതിരിയുടെ മനസ്സ് നിറഞ്ഞു. ഒരു നിമിഷം അദ്ദേഹം ധ്യാനനിരതനായി. അധികം വൈകാതെ തന്നെ അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തർ എത്തിത്തുടങ്ങി. അമ്മയ്ക്കായി അവർ നിവേദ്യമൊരുക്കി. അമ്മയ്ക്കായി ക്ഷേത്രം പണി കഴിപ്പിച്ചു. അവൾ ആറ്റുകാൽ അമ്മയായി, ആറ്റുകാൽ ഭഗവതിയായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിയുടെയും ആചാരങ്ങളുടെയും മഹാസംഗമമാണ്. അനന്തപുരിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആചാരങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ഈ മഹോത്സവം 10 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതിപവിത്രമായ ആഘോഷമാണ്. ഈ ദിവസത്തിൻ്റെ പരമോന്നതമായ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടത്തുന്നത്. അന്ന് ആറ്റുകാൽ നഗരം മുഴുവൻ ഒരു മഹാഭക്തിയുടെ യാഗശാലയായി മാറുന്നു. ലക്ഷക്കണക്കിന് സ്ത്രീകൾ
ഒരുമിച്ച് സമർപ്പിക്കുന്ന ഈ മഹാനിവേദ്യം ലോകമെമ്പാടും പ്രശസ്തമായ ഒരു അതുല്യ ആചാരമായി ഇന്നും നിലകൊള്ളുന്നു. ആറ്റുകാൽ അമ്മയുടെ കൃപയും അനുഗ്രഹവും തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഈ മഹോത്സവം ഭക്തിയുടെ ഒരു പുണ്യപ്രഭയായി എന്നും തെളിഞ്ഞു നിൽക്കും. ആറ്റുകാൽ അമ്മയെക്കുറിച്ച് പറയുന്ന ഐതിഹ്യങ്ങളിൽ കണ്ണകി ചരിതം പറയുമ്പോൾ പാർവതീദേവി ലോകനന്മയ്ക്കായി കൈലാസപർവ്വതത്തിൽ നിന്നും പുറപ്പെട്ട് ആറ്റുകാലിൽ കുടിയിരുന്ന ചരിത്രവും നാം ചേർത്ത് വായിക്കുന്നു. ഹിമാലയത്തിൻ്റെ ദിവ്യശിഖരങ്ങളിൽ പാർവതീദേവി ലോകത്തിൻ്റെ ദുഃഖം അനുഭവിക്കുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുവാനും നീതി സ്ഥാപിക്കുവാനും ദിവ്യശക്തിയായി അവൾ ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ തീരുമാനിക്കുന്നു. അതേസമയം മധുരയുടെ രാജധാനിയിൽ ഒരു നിരപരാധിയുടെ ജീവൻ അന്യായമായി നഷ്ടപ്പെട്ടു. അവിടെ നിന്നുയർന്ന ഒരു സ്ത്രീയുടെ നീതിയുടെ ജ്വാല. ചിലമ്പ് പൊട്ടിച്ച ആ നിമിഷം മുതൽ അവൾ മനുഷ്യത്വത്തെ മറികടന്ന് ദിവ്യശക്തിയായി ഉയർന്നു. പാർവതീദേവിയുടെ കരുണയും കണ്ണകിയുടെ നീതിയും ഒന്നായി സംഗമിച്ചപ്പോൾ ജന്മം കൊണ്ടത് ഭക്തികളുടെ മഹാസമുദ്രമായ ആറ്റുകാലമ്മ. കരുണാമയിയായ അമ്മ മനുഷ്യഹൃദയങ്ങളിൽ പകർന്നു നൽകുന്ന ഊർജം അനന്തമാണ്. പ്രിയമുള്ളവരെ, 2 ദിവ്യ കഥകളുടെ അത്ഭുതയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ആറ്റുകാൽ അമ്മയുടെ കഥയുടെ 1-ാം ഭാഗം കാണാൻ കഴിയാത്തവർക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനായി ലിങ്ക് ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾ കേൾക്കുവാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.